ഒരു 10 മാസം എടുത്തിട്ടാണ് ഈ ഒരു ചെറിയ ഇൻസിഡന്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന അഞ്ചക്കളക്കാലിലേക്ക് എത്തിയത്. പേഴ്സണൽ ലൈഫിലെ ഭയങ്കര എന്താ പറയുക ഇഷ്ടമുള്ളൊരു പേരാണത്. അത് ആദ്യത്തെ സിനിമയ്ക്ക് കൊടുത്തു, അത് ആപ്റ്റുമാണെന്ന് തോന്നി. ഈ പാമ്പിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നോർമലി ആളുകളുടെ ഇടയിൽ ഒരു ഇതുണ്ടായി, എനിക്കെന്തോ ഈ ഫോക്ലോർ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ഈ അഞ്ചക്കളക്കൊക്കെ ശരിക്കും ഉണ്ടോ? ഹാർഡ് കോർ ടെറാന്റിനോ ഫാനായിട്ടാണ് ഞാൻ എന്നെ കരുതുന്നത്. ഇവർ ഈ നാട്ടിൽ ചേർന്ന ആൾക്കാരാവരുത്, ഇവരെന്തോ വേറെ ഇൻഫ്ലുവൻസ്, ഇപ്പോൾ മൈക്കിൾ ജാക്സന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അവരുടെ വേഷധാരണത്തിലൊക്കെ. നമസ്കാരം. അഞ്ചക്കള്ള കോക്കാൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ഉല്ലാസ് ചെമ്പനാണ് നമ്മോടൊപ്പം. സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ നമുക്ക് സിനിമയുടെ പേരിൻ്റെ കൗതുകം ചോദിക്കാം. കാരണം ഇതിപ്പറ്റി എല്ലാവരും തന്നെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേരെന്നുള്ളൊരു, നമുക്ക് ആദ്യം ഈ സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ ഒരു പേരാണ് ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്നൊരു കാര്യം. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ പേര് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, എന്താണ് ആ പേരിലേക്ക് എത്തിയൊരു എലമെന്റ്. നമ്മൾ ആ ഒരു പ്രോസസ്സിൽ തന്നെ സംഭവിച്ചതാണ്. ഈ പടത്തിന്റെ കഥ ചിന്തിച്ച് ഇപ്പോൾ നമ്മളൊരു റിയൽ ടൈം ഇൻസിഡന്റ് ഇൻസ്പയർഡ് ആയിട്ടാണ് ടോട്ടൽ സ്ക്രിപ്റ്റിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അത് ഒരു 10 മാസം എടുത്തിട്ടാണ് ഈ ഒരു ചെറിയ ഇൻസിഡന്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന അഞ്ചക്കളക്കാലിലേക്ക് എത്തിയത്. സോ ഇപ്പോൾ ജോലി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പടം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ പേര് വെച്ചതെന്ന്. അത് തന്നെയാണ് അതിൻ്റെ കാരണം, ഈ പടത്തിന് ആ പേര് വെക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ ആ പേരിനെ കുറിച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ നല്ല ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ കോക്കാൻ പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കോക്കാൻ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മയൊക്കെ പേടിപ്പിച്ചിരുന്നതാണ്. അഞ്ചക്കള്ള കോക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പല നാട്ടിലും പല രീതിയിലാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പാമ്പിച്ച് വരുമെന്നോ അല്ലെങ്കിൽ കോക്കാച്ചി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പല നാട്ടിലും പല ഇതും പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്നത് അഞ്ചക്കള്ള കോക്കാനാണ്. അപ്പോൾ എനിക്കതൊരു ഈസി നെയിമുമാണ്. അപ്പോൾ ഞാൻ ആ ഒരു നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിലെ ഭയങ്കര എന്താ പറയുക ഇഷ്ടമുള്ളൊരു പേരാണത്. അത് ആദ്യത്തെ സിനിമയ്ക്ക് കൊടുത്തു, അത് ആപ്റ്റുമാണെന്ന് തോന്നി ആ തിരക്കഥയ്ക്ക്. ഇപ്പോൾ പാമ്പിച്ചിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, ഇതിനു മുമ്പ് ചെയ്ത ഷോർട്ട് ഫിലിം അതിന്റെ പേര് പാമ്പിച്ചിയാണ്. അത് ആ ഷോർട്ട് ഫിലിം പറഞ്ഞാൽ തെയ്യം ബേസ് ഒരു ഫോക്ലോർ ആണ്. ഇതിലേക്ക് വരുമ്പോൾ അത് പൊറാട്ട്, അത് പാലക്കാട് ഒരു ഫോക്ലോർ. എന്താ ഈ ഫോക്ലോറുള്ള ഒരു താല്പര്യം? അതിൽ ഡെഫിനറ്റ്ലി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ പഠിച്ചുള്ള അറിവ് എനിക്കുള്ളൂ. ഇപ്പം എൻ്റെ വീട് അങ്കമാലിലാണ്. അപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഒരു ഈ പറഞ്ഞപ്പോൾ ഒരു തെയ്യോ അല്ലെങ്കിൽ ഒരു പൊറാട്ട് നാടോ ഒന്നും ഒരുപാടുള്ള സ്ഥലമല്ല. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്ന അറിവുകളുണ്ട്. പിന്നെ ഈ പാമ്പിച്ചൊക്കെ ചെയ്യുന്നതിന് കുറച്ച് കാലം മുമ്പ് ഞാനൊരു സോർട്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി കണ്ടു. അപ്പോൾ അതാണ് എന്നെ കുറച്ചും കൂടി ഈ നമ്മുടെ ഈ അനുഷ്ഠാന കലകളും അതല്ലാത്ത കലാരൂപങ്ങളിലേക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. അതായത് നമ്മൾ തന്നെ മനസ്സിലാക്കിയതിനേക്കാൾ ഒരുപാട് ആഴത്തിലിവിടെ കേരളത്തിൽ അങ്ങനത്തെ കലകളുണ്ടെന്ന് എനിക്ക് ആ ഒരു ഡോക്യുമെൻ്ററി എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഡെഫിനറ്റ്ലി പിന്നെ അതിനുശേഷമുള്ള റൈറ്റിങ്ങിൽ അത് നമ്മൾ പർപ്പസ്ഫുള്ളി അല്ല, അത് വന്നു പോയതാണ്. ഇപ്പോൾ പാമ്പിച്ചിയിൽ അത് വന്നു പോയതാണ്. അഞ്ചക്കള്ളക്കോക്കാലിലേക്ക് എത്തുമ്പോൾ ആ പാമ്പിച്ചിയുടെ ഒരു കണ്ടിന്യൂഷനിൽ അത് വന്നു പോയതായിരിക്കണം. നമ്മളത് വേണമെന്ന് വെച്ചിട്ടല്ല, അത് അങ്ങനെ വരികയാണ്. ഇപ്പോൾ ഈ കഥ പൊറാട്ട് എന്നുള്ളതിന് വല്ലാത്തൊരു എലമെന്റ് ആ സിനിമ തന്നെ ശരിക്കും പറഞ്ഞൊരു പൊറാട്ടാണ്. എന്താണ് പൊറാട്ടിനോടുള്ള ഒരു ഇത് എങ്ങനെയാണ് വരുന്നത്? പാലക്കാട് ഞാൻ ചോദിക്കാൻ വെച്ചാൽ അങ്കമാലിക്കാരനായ ഒരു വ്യക്തി, പാലക്കാടാണ് പൊറാട്ടിന്റെ ഒരു എന്താ, എങ്ങനെയാണ് പൊറാട്ട് എന്ന് പറയുന്ന ഒരു? ഞാൻ പാമ്പിച്ച് ചെയ്യുമ്പോൾ അതിൽ ലീഡ് ക്യാരക്ടർ ചെയ്ത എൻ്റെ ഫ്രണ്ട് രാഗാണ്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലാണ്, ഞാനവിടെ ആണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പാമ്പിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നോർമലി ആളുകളുടെ ഇടയിൽ ഒരു ഇതുണ്ടായി, എനിക്കെന്തോ ഈ ഫോക്ലോർ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഈ ഫ്രണ്ടായ രാഗ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഈ പൊറാട്ട് എന്ന് പറയുന്ന കലാരൂപം ഉണ്ട്. അപ്പോൾ എനിക്കും അറിയാതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വീട്ടിലൊക്കെ ഉപയോഗിക്കുമല്ലോ, നിന്ന് പൊറാട്ട കാണാൻ കളിക്കാണ്ട് ഉള്ള കാര്യം, നിന്റെ കാര്യം നോക്കണമെന്നൊക്കെ പറയും. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തു. നമുക്കിപ്പോൾ ഓൺലൈനായിട്ട് കിട്ടുന്ന മെറ്റീരിയൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടുന്നത്, ചില പൊറാട്ട് കളി ആശാന്മാരുടെയൊക്കെ ഇൻ്റർവ്യൂസ്, അതൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഒരു ടോട്ടാലിറ്റി എടുത്തു ഐഡിയ. പിന്നെ ഇത് എഴുതുമ്പോൾ നമ്മളതിന് നമ്മുടേതായ ഒരു പൊറാട്ടായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യിപ്പിച്ച്, നമ്മുടെ തിരക്കഥയോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട് എന്ന് പറഞ്ഞ സ്ക്രീൻ പ്ലേ നമ്മൾ വർക്ക് ചെയ്തത്. ഇപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് 8 മാസം എടുത്തു പറഞ്ഞു. 10 മാസം. ഓക്കെ. അപ്പോൾ ഈ മൊത്തത്തിൽ ഇതിലൊരു ജേണി എത്ര നാളുണ്ടായിരുന്നു? ഇതൊരു സ്ക്രിപ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കീ ഒരു എലമെന്റ് ആയിരിക്കും നമ്മൾ. അതെ, ഞാനൊരു
2021 നമ്മളിത് എഴുതുന്നത്. 2020 നമ്മൾ ഇവിടെ വലിയ ഈ കോവിഡിന്റെ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ ഞങ്ങൾക്ക് അവിടെ അത്ര വലിയ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല ഓസ്ട്രേലിയയിൽ. അപ്പൊ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ലോക്ക്ഡൌൺ ആയാലും ഞാൻ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ സൂര്യൻ കൊണ്ട് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ത്രെഡ് പറയുന്നത്, ഇങ്ങനെ ഒരു റിയൽ ടൈം ഇൻസിഡന്റ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ കയറിയിട്ട് അത് നമ്മളിങ്ങനെ മനസ്സിലിട്ട് ഡെവലപ്പ് ചെയ്ത് കുറച്ച് കാലം. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞതെന്ന് എൻ്റെ ബ്രദറിനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞ് എഴുതി നോക്കണമെന്ന് പറഞ്ഞു. അത് നെക്സ്റ്റ് ഇയർ നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയി നമ്മൾ. അപ്പോൾ ഇരുന്ന് എഴുതി, ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓവർ ഫോൺ ഡിസ്കസ് ചെയ്ത് 10 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ നമ്മൾ ഈ മെയ് അല്ല ഒരു 2022 ആദ്യ ടൈമിൽ എഴുതി തുടങ്ങി ഏകദേശം നവംബർ ആയപ്പോഴേക്കും എഴുതി തീർന്നു. ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമുക്ക് കിട്ടി. പിന്നെ അത് ഓക്കെ ആണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു പടം ചെയ്യാനായിട്ട്. പിന്നെ 22 മൊത്തം അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, ആർട്ടിസ്റ്റ് സ്കൗട്ടിങ് എല്ലാം നടന്നു. 23 ഒരു ജാൻ മുതൽ മാർച്ച് വരെ 2 സ്കെഡ്യൂളായിട്ട് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ റിലീസായിരിക്കും. ഇപ്പോൾ അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചിട്ടുണ്ട്, പോലീസ് ക്യാരക്ടർ ചെയ്യുന്നു. പിന്നീട് ഞാൻ കേട്ടിട്ടുള്ളത് പാമ്പിച്ചി, ഞാൻ ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് സിനിമ പാരഡൈസ് ക്ലബിൻ്റെ പേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഈ സിനിമ. അപ്പോൾ ആ ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയിട്ട് പിന്നെ ഡയറക്ടർ ആകുന്നു, സ്ക്രിപ്റ്റ് ചെയ്യുന്നു. എന്തായിരുന്നു ഫസ്റ്റ് ഒരു നടനായിട്ട് നിൽക്കാനാണ് ആഗ്രഹം, അതോ ഒരു ഫിലിം ഡയറക്ടർ ആവണമെന്നുള്ളൊരു? അല്ലല്ല, അങ്കമാലി ഡയറീസിൽ നമ്മളിപ്പോൾ ആ സബ് ഇൻസ്പെക്ടർ ക്യാരക്ടർ ചെയ്തത് വളരെ യാദൃശ്ചികമായിട്ടാണ്. കാരണം ചേട്ടൻ ആ സമയത്ത് വേറൊരു പടത്തിന് ഷൂട്ടായിട്ട് തിരക്കിലായിരുന്നുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് എൻ്റെ ഒരു 3 months ലീവ് എടുത്തിട്ട് വന്നാണ് നാട്ടിൽ. ലിജോ ചേട്ടനും ആ ടീമിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ നാട്ടിലാണ് ഷൂട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഓഡീഷൻ നടക്കുന്നുണ്ട്, ഈ ക്യാരക്ടറിന് ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലവർ വരുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഒക്കെ നിന്ന് ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു ദിവസം എന്നോട് ലിജോ ചേട്ടൻ ഞാൻ നീ ഒന്ന് ഓഡീഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ അവർ പറഞ്ഞതിൻ്റെ പേരിൽ കൊടുത്തു. അത് അവർക്ക് ഇഷ്ടമായി. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷനൊക്കെ നടത്തി. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരിച്ചുപോയി. ഇപ്പോൾ 16 അതിന്റെ ഷൂട്ട് നടന്നത്. 16 ഷൂട്ട് നടന്നത്. ഞാൻ തിരിച്ചുപോയി. പിന്നെ ഞാൻ അങ്ങനെ വന്നിട്ടില്ല. നമ്മളിപ്പോൾ ലീവിന് വരുന്ന 1 month ഒക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനായിട്ടും അന്വേഷിച്ചിട്ടില്ല. എനിക്കും അങ്ങനെ 1-2 പടത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു കാസ്റ്റിങ്ങോ അല്ലെങ്കിൽ അഭിനയമോ നടന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ പടത്തിലൊക്കെ പോയി ഞാൻ ചുമ്മാ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലിജോ ചേട്ടനെ കൂടി ചോദിച്ചിട്ട് പറയുന്നത്, ഇപ്പോൾ ഈ മൂവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ലിജോ ടച്ച് എവിടെയൊക്കെയോ ഒരു LJP ടച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹത്തിൽ നിന്ന്? അതിപ്പോൾ ഒരു ഡയറക്ടറിനല്ല, ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ സിനിമയുടെയും ഇൻഫ്ലുവൻസ് ഞാൻ ചെയ്യുന്ന ചിത്രത്തിലുണ്ടെന്നായിരുന്നു. ഇപ്പോൾ ലിജോ ചേട്ടനായാലും നമ്മളല്ലാണ്ട് അടുത്ത് ഇടപഴകിയിരിക്കുന്ന വേറെ ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ നമ്മൾ ഒരു പടം തന്നെ ഒരുപാട് പ്രാവശ്യം കാണാറുണ്ട്. അതിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസ് ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്ന പടത്തിൽ അറിയാണ്ടും അറിഞ്ഞൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയ ദിവസം ഡേ മുതൽ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ പറയുന്നത് ഒരു ടാരന്റീനോ ടച്ചുള്ള മൂവിയാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെ കാണുന്നു? അത് എനിക്ക് വളരെ എന്നെ ഹാപ്പി ആകുന്ന ഒരു കാര്യമാണ്. കാരണം ഞാനൊരു ഞാനൊരു ഹാർഡ് കോർ ടാരന്റീനോ ഫാനായിട്ടാണ് ഞാൻ എന്നെ കരുതുന്നത്. അപ്പോൾ അത് നമുക്ക് സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു ഇതുണ്ടാകുമല്ലോ, ഒരു ഇൻസ്പിറേഷൻ എന്തായാലും അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. പിന്നെ ആ ഒരു ജോണറിൽ വരുന്നപ്പോൾ ഗൈ റിച്ചി അല്ലെങ്കിൽ കോൺ ബ്രദേഴ്സിൻ്റെ ഒക്കെ ആ ഒരു ഫൺ ആൻഡ് വയലൻസ് ടൈപ്പ് ഓഫ് ഫിലിംസ് എൻ്റെ ഒരു ഫേവറേറ്റ് ജോണറാണ്. അപ്പോൾ അത് ഇതിലും വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ കളവക്കാനിൽ. ഇപ്പോൾ ഇത് എന്താ പറയുക, കർണാടക, കേരള ആ ഒരു പശ്ചാത്തലത്തിൽ, ആ ഒരു കന്നഡയിൽ സംസാരിക്കുന്ന വ്യക്തികളും മലയാളം സംസാരിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കഥ പറയുന്നത്. അങ്ങനെ ഒരു ടെറൈനിൽ കൊണ്ട് കഥയെ പ്ലേസ് ചെയ്യാനുള്ള ഒരു എലമെന്റ് അതായത് എങ്ങനെയാണ്? അതിപ്പോൾ നമ്മളത് കഥ എഴുതിയപ്പോൾ തന്നെ തോന്നി. അതായത് ഇതിലെ ഒരു സെൻട്രൽ ക്യാരക്ടറായ വസുദേവൻ, ലുക്മാൻ ചെയ്യുന്ന ക്യാരക്ടർ വരുമ്പോൾ അയാൾക്ക് ആ നാടിനോടൊരു അപരിചിതത്വം ഉണ്ടാവണം. അതായത് ആൾക്ക് അത്ര ഈസി ആവരുത് അവിടെ കാര്യങ്ങൾ. അത് അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും അവിടെ സംസാരിക്കുന്ന ലാംഗ്വേജും എല്ലാത്തിലും വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ബോധപൂർവ്വം നമ്മൾ ഇങ്ങനെ ഒരു ടെറൈൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളതൊരു കർണാടക കേരള ബോർഡർ ആക്കിയത്. അതൊരു ഫിക്ഷണലൈസ് ചെയ്തൊരു ടൗണാണ്. ഇപ്പോൾ കാളഹസ്തി എന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ട് ഇന്ത്യയിൽ, പക്ഷെ നമ്മളിത് ഈ കാളഹസ്തിനെ ഫിക്ഷണലൈസ് ചെയ്തേക്കാണ് കേരള കർണാടക ബോർഡറായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെയായിരുന്നു പ്രധാന ലൊക്കേഷൻസ്? അപ്പോൾ അത് മെയിൻലി ഒരു ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളൂ വണ്ടിപ്പെരിയാർ, ഇടുക്കി വണ്ടിപ്പെരിയാർ, കുമിളിയ ഏരിയ. പിന്നെ നമുക്ക് വേറെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് പാലക്കാടാണ്. അതൊരു 2 ദിവസം. അപ്പോൾ
ഇതിനെ ഒരു നമ്മൾ ഈ കാണുന്ന ഈ പറഞ്ഞ ഒരു ഫിക്ഷണലായിട്ടൊരു സ്ഥലം ഒരു ഏരിയക്ക് മാറ്റണം. അതും നമുക്ക് കണ്ടതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു കാലഘട്ടമാണ്, മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് സിനിമ. അപ്പൊ അതിന്റെ ഒരു ആർട്ട് വർക്ക്, അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ എന്തൊക്കെയായിരുന്നു? പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ ലൊക്കേഷൻ സ്കൗട്ടിംഗ് ആണ് നടത്തിയത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ വരെ അതിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. നേരെ ട്രാവൽ ചെയ്തൊന്നുമല്ല, ഓരോ ഇങ്ങനത്തെ ഹിൽ സ്റ്റേഷൻസ് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മലയാറ്റൂർ അതിരപ്പള്ളി ഏരിയ നമ്മൾ സ്കൗട്ട് ചെയ്ത് നോക്കി. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണൂർ കണ്ണവനം ഫോറസ്റ്റ് ആ ഏരിയ നോക്കി, ബോണക്കാട് തിരുവനന്തപുരത്ത് നോക്കി, ഇടുക്കിയുടെ തന്നെ പല ഭാഗങ്ങൾ നോക്കി. അപ്പോൾ ഈ വണ്ടിപ്പെരിയാർ എത്തി വരുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ മനസ്സിലോട്ടുള്ള ലൊക്കേഷനായിട്ട് കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ വണ്ടിപ്പെരിയാർ ഉറപ്പിച്ചു. അവിടെ ഒരു ലൊക്കേഷൻ മാനേജറിനെ കണ്ടിട്ട് പുള്ളി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ പുള്ളിയോട് ഏകദേശം ഇതിൻ്റെ ഐഡിയ ഒക്കെ പറഞ്ഞ് പുള്ളി കാണിച്ച ലൊക്കേഷൻസ് നമ്മൾ സ്കൗട്ട് ചെയ്ത് അതൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാടൊരു ആർട്ട് വർക്ക് മെജോറിറ്റി ലൊക്കേഷനിൽ നമ്മൾ ചെയ്തിട്ടില്ല. അത് ആ സിറ്റീസ് എങ്ങനെയുണ്ടോ അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മേജർ പോർഷൻസ് ഉള്ള പോലീസ് സ്റ്റേഷനൊക്കെ അത് സെറ്റായിരുന്നു. അതൊരു ഓൾഡ് ബംഗ്ലാവ് ആണ്. അത് നമ്മുടെ ആർട്ട് ടീമിനോട് നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. കാരണം ഈ പോലീസ് സ്റ്റേഷനിൽ മെജോറിറ്റി ഫൈറ്റ് ഒക്കെ വരുന്നതാണ്. ഇപ്പോൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ബ്രേക്കിംഗ് ആയിരിക്കും, ഇത് ബ്രേക്കിംഗ് ആയിരിക്കില്ല, ഇവിടെ ഇങ്ങനെ സംഭവിക്കും. നമുക്ക് ആ ഫൈറ്റിൻ്റെ ഒരു കൊറിയോഗ്രാഫി നമ്മൾ നേരത്തെ പ്ലാൻഡ് ആയിരുന്നു. അത് റിട്ടേൺ ആയിരുന്നു അത്. അപ്പോൾ അത് ആ ടീമിനോടും ബാക്കി എല്ലാ ടീമിനോടും അത് പറഞ്ഞ് അങ്ങനെയാണ് അതിൻ്റെ സെറ്റ് വർക്ക് നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോക്ലോർ എന്ന് പറഞ്ഞ ഒരു ബേസ് ചെയ്തൊരു സിനിമ പോകുന്നു. അതോടൊപ്പം തന്നെ ഈ കന്നഡയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്നൊരു സിനിമയായിരിക്കും കാന്താര. അപ്പം അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇതുണ്ടായിരുന്നു. മാത്രമല്ല ഇങ്ങനെ പാമ്പിച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ പോലെ കാന്താരയോട് വല്ലാത്തൊരു സാമ്യതയുള്ള ചിലവർക്ക് തോന്നാം. ഞാൻ 2019 ഷൂട്ട് ചെയ്തത് കാന്താരയ്ക്ക് മുമ്പ് തന്നെ ഞാൻ പാമ്പിച്ചി ഷൂട്ട് ചെയ്തിരുന്നു. അതിന്റെ ട്രെയിലറൊക്കെ കാന്താരയ്ക്ക് മുമ്പ് തന്നെ യൂട്യൂബിൽ റിലീസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാന്താര ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആണ് കിട്ടുക ചെയ്തത്. നമ്മൾ പാമ്പിച്ചി ചെയ്തു, അത് ഏകദേശം അതുപോലത്തെ വേറെ ഐറ്റം വരുന്നു. അപ്പൊ അഞ്ചക്കള്ളക്കോക്കാലിന്റെ ഒരു ഫോക്ലോർ വരുന്നത് കാന്താരമായിട്ട് ഒരു ബന്ധമില്ല. നമ്മള് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരു കന്നഡ ടോണും ഇതെല്ലാം കൂടെ വരുമ്പോൾ അതിപ്പോ ഞാൻ പർപ്പസ്ഫുള്ളി അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രേക്ഷകർക്ക് ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റുകളിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ നായകൻ ലുക്മാൻ ഇതിനു മുമ്പും പോലീസ് കഥാപാത്രം. ഇപ്പോൾ ഉണ്ടയില് വളരെ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടൊരു പോലീസ് ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ വസുദേവൻ ആള് ഭയങ്കര സോഫ്റ്റ് ആണ്. ആ കൂട്ടത്തിൽ വളരെ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ലുക്മാനിലേക്ക് എത്തിയത് എങ്ങനെയാണ് ആ ക്യാരക്ടർ? ലുക്മാനിലേക്ക് എത്തിയത് നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനും ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം മെജോറിറ്റി ക്യാരക്ടറിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എല്ലാത്തിനും ഓപ്ഷൻ വെച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ബ്രദറിനെ തന്നെ ഒക്കെ പോയി. അപ്പോൾ ബ്രദറിന് നമ്മൾ ഓപ്ഷൻ വെക്കേണ്ട ആവശ്യമില്ല, പുള്ളി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ബ്രദറിന് 2 ഓപ്ഷൻ കൊടുത്തു, ഈ ക്യാരക്ടറോ ഈ ക്യാരക്ടറോ. അപ്പോൾ ആളൊരു ഇപ്പൊ ചെയ്തിരിക്കുന്ന നടവർമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചൂസ് ചെയ്തത്. പിന്നെയുള്ള നമുക്ക് മെയിൻ ലീഡാണ് വേറൊരു ഓപ്ഷൻ കൊടുത്തിരുന്നു, അതിപ്പോ ഞാൻ പറയുന്നില്ല. അപ്പോൾ പിന്നെ വന്നത് മെയിൻ ലീഡും വസുദേവനാണ്. അപ്പോൾ വസുദേവനും നമുക്കൊരു 1-2 ഓപ്ഷനിലേക്ക് നമ്മൾ ഇത് വന്നിരുന്നു. അപ്പോൾ പാരല് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചമ്പോസ്കി മോഷൻ പിക്ചേഴ്സിന്റെ സുലേഖ മനസ്സിൽ എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ലുക്മാനാണ് ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷനിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലുക്മാനോട് പോലെ കുറച്ച് ഈസി ആയിരുന്നു. പിന്നെ ലുക്മാൻ ആപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുലേഖ മനസ്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ തല്ലുമാലയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലുക്മാനുള്ളൊരു ഓപ്ഷൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ആ കണ്ടത്തിൽ കറക്റ്റാന്ന് തോന്നിയിട്ട് ലുക്മാനിലേക്ക് പോയായിരുന്നു. പിന്നെ അതിന് ബ്രദറിലേക്ക് പോകാനാണ് ചെമ്പുമിനെ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹത്തിന് വരുമ്പോൾ അതിൻ്റെ ഒരു ഗെറ്റപ്പ് ഒക്കെ എന്ന് പറയുമ്പോൾ അധികം അദ്ദേഹം ചെയ്യാത്തൊരു ഷെയ്ഡ് ഓഫ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അധികം കണ്ടിട്ടില്ലാത്ത ഒരു ഷെയ്ഡാണ്. അതിൻ്റെ ഒരു വെറൈറ്റി ലുക്കാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാമെന്ന് അദ്ദേഹം പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ 2 ക്യാരക്ടറും നമ്മൾ 2 ക്യാരക്ടറാണ് പുള്ളിക്ക് ഓപ്ഷൻ വെച്ച്. അപ്പൊ പുള്ളി ഇത് എടുക്കുമ്പോൾ പുള്ളിക്ക് അറിയാം ഈ ക്യാരക്ടർ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ പുള്ളി അത് ധൈര്യപൂർവ്വം ആ ക്യാരക്ടർ എടുക്കുന്നുണ്ട്. 2 ആ ഒരു ലുക്ക് അതൊരു ഇത്തിരി യൂണീക്ക് ആയിരുന്നു. ഞാൻ ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്തു. ചേട്ടനെ വേറെ പടത്തിൽ കണ്ട പോലെ ആയിരിക്കരുത് ഇത് കാണണമെന്ന് നമുക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ. അപ്പം ഞാനും അതിന് ഓക്കെയാണ്, നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഓക്കെ ഇങ്ങനത്തെ ലുക്കിലേക്കാണെങ്കിൽ അപ്പോൾ പിന്നെ കോസ്റ്റ്യൂംസിനൊക്കെ നമുക്ക് അങ്ങനെ ചേഞ്ച് വരുത്തിയിട്ട് അതാണ് പിടിച്ചിരിക്കുന്നത് അവിടെ നിന്ന്. ഇപ്പൊ ഈ ഞാൻ ഇതോട് ബന്ധപ്പെട്ട് ചോദിക്കണേ, ഈ കഥാപാത്രത്തിന്റെ എന്താ പറയുക 2 ഫേസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഇതിൽ 2 ഫേസിൽ ഒരു ഫേസിൽ ഇദ്ദേഹം ഒരിക്കലും കാക്കി ധരിക്കുന്നില്ല. സെക്കൻഡ് ഫേസിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കാക്കി അത് മനഃപൂർവ്വം അങ്ങനെ കൊണ്ടുവന്നു ആയിരുന്നില്ല. പിന്നെ
അടുത്ത രണ്ട് ഏറ്റവും സോഷ്യൽ മീഡിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഗില്ലിപ്പികൾ, അവരിലേക്ക് എങ്ങനെയാണ്? അവരിലേക്ക് നമ്മളിപ്പോൾ സ്ക്രീൻ പ്ലേ എഴുതി ഇപ്പോൾ എത്രാമത്തെ സീനിലാണ് ഗില്ലാപ്പികൾ എൻട്രി ആവുന്നത്, ഏകദേശം അതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഇവർ രണ്ടുപേരാണ് ഇത് ചെയ്യുന്നതെന്ന്. അവരിലോട്ട് എത്തുകയല്ല, അവർ അവൈലബിൾ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കഥാപാത്രം തന്നെ ഉണ്ടാവുന്നത്. ഇപ്പം മെറിനെ എനിക്കറിയാം, അങ്കമാലിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിനു മുമ്പും അറിയാം. ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞതാണ് ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ മുടിയൊന്നും വെട്ടാണ്ട് ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആളത് ചെയ്തു. പിന്നെ ഇപ്പോൾ പ്രവീൺ നമ്മൾ മ്യൂട്ടായിട്ട് അഭിനയിച്ച ആള്, അതുകൊണ്ട് എനിക്ക് നേരെ പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് കോൺടാക്ട് മേടിച്ചിട്ട് ഞാനിവിടെ എത്തിയിട്ട് വിളിച്ച് പറഞ്ഞു, ഒരു ദിവസം കണ്ടു പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആളിത് ഓക്കെ പറയുമെന്ന്. അപ്പോൾ അത് പറഞ്ഞത് ആൾക്ക് മനസ്സിലായി ഇതാണ് ക്യാരക്ടർ. അതൊരു വലിയ എന്താ പറയുക, വേറൊരു ഓപ്ഷനിലോ അങ്ങനെയൊന്നും പോകാണ്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം എഴുതപ്പെട്ടിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് ഗില്ലാപ്പികൾ. ഇപ്പോൾ ഗില്ലാപ്പികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞതുപോലെ മെറിന്റെ ലാംഗ്വേജ്, അതും ഒരു യൂണിക്നെസ്, അതും മനഃപൂർവ്വം ചെയ്താണ്. എന്തായിരുന്നു ആ ഒരു ലാംഗ്വേജ് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ? അത് ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അയാൾ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നും, അയാളത് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. പുള്ളി പറയുന്ന പോലെ അല്ല, ആ പറയുന്ന ഫൺ പുള്ളി ചെയ്യുന്ന പ്രവൃത്തികൾക്കില്ല. അതിനുവേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനത്തെ ഒരു കോൺട്രാഡിക്ഷൻ കൂടെ ആ ലാംഗ്വേജ് കൊണ്ടുവന്നത്. ഇപ്പോൾ ആ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഇത് ആ പാട്ടും അത് കഴിഞ്ഞിട്ട് വരുന്ന ഫൈറ്റ് സീക്വൻസും, അത് എത്രത്തോളം ഒരു ചലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൊറിയോഗ്രാഫി എങ്ങനെയായിരുന്നു, ആ ഡാൻസ് അതിനുശേഷമുള്ള ഫൈറ്റ്, ആ ഒരു കൊറിയോഗ്രാഫിയുടെ അനുഭവം എങ്ങനെയായിരുന്നു? ഗില്ലാപ്പികളെ എഴുതുമ്പോൾ തന്നെ ഇവർക്ക് ആ ഒരു ഡിഫറൻസ് വേണമെന്ന് നമ്മുടെ അവർക്ക് വളരെ കുറച്ച് സീൻസ് ഉള്ളൂ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിനകത്തൊരു മെയിൻ കണ്ടന്റാണ് ഈ ഷാർപ്പ് ഫൈറ്റ്. അപ്പോൾ അത് നമുക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇവർ ഈ നാട്ടിന് ചേർന്ന ആൾക്കാരാവരുത്, ഇവരെന്തോ വേറൊരു ഇൻഫ്ലുവൻസ്, ഇപ്പോൾ മൈക്കിൾ ജാക്സന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും അവരുടെ വേഷവിധാനത്തിലൊക്കെ. അപ്പോൾ അവരങ്ങനെയാണ്, പ്രത്യേകിച്ച് മ്യൂട്ടായിട്ടുള്ള ആൾ അതിനെ ആ രീതിയിലാണ് കാണുന്നത്. പുള്ളി ഡാൻസ് ഫൈറ്റ് ചെയ്യുക, കാരണം അവിടെ റേഡിയോ ഒന്ന് പാട്ട് വരുന്നുണ്ട്, പുള്ളിക്ക് ആ ഡാൻസ് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല, എന്നാൽ പുള്ളിക്ക് ഇടിക്കാനും താല്പര്യമുണ്ട്. അപ്പോൾ അത് ആ കോൺട്രാഡിക്ഷനും കൂടി നമ്മളത് ട്രൈ ചെയ്തതാണ്. ഇനി മറ്റു കഥാപാത്രങ്ങളിലേക്ക് വരാമല്ലോ. ഇപ്പോൾ മണികണ്ഠൻ ആചാര്യ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അതുപോലെ സെന്തിൽ, അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതുപോലെ മറ്റു കഥാപാത്രം മേഘ, അവരുടെയൊക്കെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് പിക്ക് ചെയ്തെടുത്തത്? മണികണ്ഠൻ ആചാര്യ നല്ല ആർട്ടിസ്റ്റാണ്, നമുക്ക് ഡൗട്ട് ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്ഷനിൽ വെച്ച ഒരാളാണ് മണികണ്ഠൻ ആചാരി. ആ ക്യാരക്ടറിന് ശങ്കരാഭരണം എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ഓപ്ഷൻ ഉണ്ടായ ആളാണ് മണികണ്ഠൻ ആചാരി. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് ചേട്ടനോട് ഇങ്ങനെ കോൺടാക്ട് മേടിച്ചു. അപ്പോൾ കോൺടാക്ട് മേടിച്ചിട്ട് ഞാൻ മണികണ്ഠൻ ചേട്ടനെ വിളിച്ചു. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്ത് മീറ്റ് ചെയ്ത് ഞാൻ ഈ കഥ പറഞ്ഞ് പുള്ളിക്ക് കണക്ട് ആയി, അത്രേ ഉള്ളൂ. പുള്ളി നല്ല പെർഫോമർ ആണല്ലോ, അപ്പോൾ പിന്നെ വേറെ അതിൽ നമുക്ക് വേറെ ഡൗട്ട് ഉണ്ടായിരുന്നില്ല. സെന്തിലിന്റെ ക്യാരക്ടർ ആണെങ്കിൽ അതായത് അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ സെന്തിലിന്റെ ക്യാരക്ടറും 2-3 ഓപ്ഷൻസ് വെച്ചു. അപ്പോൾ നമുക്ക് ഓക്കെ, നമുക്ക് സെന്തിലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ആ പുള്ളിക്കത് വർക്ക് ചെയ്യുമ്പോൾ പുള്ളിക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കാരണം കമ്പാരിറ്റീവ്ലി ചെറിയ ഒരു ക്യാരക്ടറാണ്. ഞാൻ ആളോട് പോയി പറഞ്ഞു. അപ്പോൾ ആൾക്കത് ഓക്കെയാണ്, ആൾ ഹാപ്പിയായിട്ട് അത് ചെയ്യാമെന്ന് സമ്മതിച്ചു. അങ്ങനെയാണ്. പിന്നെ ആ ലുക്കും അതൊക്കെ നമ്മൾ ഓൾറെഡി പുള്ളിയോട് പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മുടെ മേക്കപ്പ് ടീം നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഈ ചെമ്പോസ്കിയിലൊക്കെ എങ്ങനെയാണ് എത്തുന്നത്? ഡെഫിനറ്റ്ലി ഇപ്പോൾ എൻ്റെ ബ്രദറിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണല്ലോ, അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് പ്ലേ ഫസ്റ്റ് കൊണ്ട് പിച്ച് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ഓൺ ബ്രദറിന്റെ അടുത്താണല്ലോ. അങ്ങനെ തന്നെ ചെമ്പോസ്കിയിലേക്ക് എത്തി. അതെ. ഇപ്പോൾ ഈ മൂപ്പര് റൈറ്റർ ആയതുകൊണ്ട് ചോദിക്കണം, മൂപ്പരുടെ ഈ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് മൂപ്പരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് റീഡിങ്ങിനായാലും ഫസ്റ്റ് നറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2022 ഒരു ഫെബ്രുവരി 2 ഇവിടെ വന്നത്. 2 വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്കമാലിലാണ് വരുന്നത്. അങ്കമാലിൽ വന്ന് ഓക്കെ ഇപ്പോൾ ഒരു 3.5 years കഴിഞ്ഞിട്ടാണ് വരുന്നത്. കോവിഡായിട്ടൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ പറഞ്ഞിട്ട് ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എറണാകുളത്ത് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കയറി ചെല്ലുമ്പോൾ ചേട്ടൻ പറഞ്ഞ് നരേറ്റീവ്സ് ഉള്ളത് പറഞ്ഞു. ഞാനും ഇത് ഇപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനൊരു സോളിഡായിട്ട് അറിയാവുന്ന സംഭവമാണ്. ഞാൻ നരേറ്റ് ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു, അതിന് പിറ്റേ ദിവസം തന്നെ നരേറ്റ് ചെയ്തു. ഈ സിനിമയുടെ എന്താ പറയുക, ഏറ്റവും കീ എലമെന്റ്സ് എന്ന് പറയുന്നത് ആ സിനിമയുടെ മ്യൂസിക്, അതുപോലെ അതിൻ്റെ സിനിമാറ്റോഗ്രഫി, പിന്നെ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് പാറ്റേൺ ആണ്. ആ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് പാറ്റേൺ ആണ് ആ സിനിമയുടെ ഏറ്റവും നമ്മളെ ഹുക്ക് ചെയ്യുന്നൊരു എലമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിന്റെ ക്രൂവിലേക്ക് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ പാമ്പിച്ച്? അതെ 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 അതെ. അപ്പോൾ നമ്മൾ ഈ പടം എഴുതുന്നത് ഇപ്പോൾ നമുക്ക് റൈറ്റിംഗ് സ്കിൽസ് എത്ര ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു പടമാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ആ റൈറ്റിംഗിൽ തന്നെ അതിന്റെ എഡിറ്റിങ്ങും ഏകദേശം ഒരു മ്യൂസിക്കും ഏകദേശം ഇത് നോൺ ലീനിയാരിറ്റി ഒക്കെ ആ റൈറ്റിംഗിൽ തന്നെയുണ്ട്. പിന്നെ ഇപ്പോൾ ടെക്നിക്കൽ ക്രൂ എന്ന് പറഞ്ഞാൽ മണിയുടെ ഐപ്പിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, പാമ്പിച്ചിയിലും ആൾ തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ തമ്മിൽ ആ ഒരു ജെല്ലുണ്ട്. ഒരു ടെക്നീഷ്യൻ എന്നല്ലാണ്ട് ഒരു സുഹൃത്തും കൂടിയാണ് മണിയുടെ ഐപ്പ്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടായിരുന്നു ഞങ്ങളത് ഇപ്പോൾ ഈ എൻ്റെ അഞ്ചക്കള പോകാനും പാമ്പിച്ചിയുടെ മ്യൂസിക് ചെയ്തത്. ഇപ്പോൾ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ
പാമ്പിച്ചിയുടെ എഡിറ്റർ അല്ല അഞ്ചകള കോക്കാനിൽ. പാമ്പിച്ചി സിനിമാറ്റോഗ്രാഫറായ ആർമോ തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അഞ്ചകള കോക്കാനായിട്ട് വരുമ്പോൾ റോഹിത് എൻ്റെ ഫ്രണ്ടാണ്. ആളുടെ ഇപ്പോൾ രേഖ എന്ന് പറഞ്ഞ ഫിലിമൊക്കെ ആൾ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ട് നമ്മൾ ആൾ നല്ലൊരു ടെക്നീഷ്യനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാലും റോഹിത് അത് എങ്ങനെയെങ്കിലും നല്ല റോഹിത് അത് സാധിച്ചു തരും. നമുക്കിത് വേണമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ റോഹിത് ടീമിലോട്ട് വരുന്നു. ഇപ്പോൾ ഇതൊരു നോൺ ലീനിയർ പാറ്റേൺ അല്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത്. അത് അത്രയും കോംപ്ലക്സ് ആയിട്ടാണ് ഈ കഥ മീൻസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോൺ ലീനിയർ ആയതുകൊണ്ടാണ് അതിനെ പ്രേക്ഷകരിലേക്ക് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കഥയുടെ ഒരു പിച്ചിങ് സ്റ്റേജിൽ തന്നെ ഇതൊരു നോൺ ലീനിയർ ആയിട്ട് ഇങ്ങനെ കഥ ഡെഫിനറ്റ്ലി ആണ്. ഇപ്പോൾ നമ്മൾ ഇതിന് ഈ ഇന്റർവ്യൂവിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടാറാന്റിനോ എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹാർഡ് കോർ ഫാനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ 99 അല്ലെങ്കിൽ ഒരു 98% പടങ്ങളും ഇതിപ്പോൾ ചെയ്ത 9 പടങ്ങളിൽ 8 പടവും നോൺ ലീനിയർ ആണല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എഴുതുമ്പോൾ തന്നെ നോൺ ലീനിയർ പാറ്റേൺ. ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ഈ സിനിമയായാലും അല്ലെങ്കിൽ പാമ്പിച്ചി ആയാലും ശരി, രണ്ടും വളരെ റോ ആയിട്ടുള്ളൊരു റോ അറ്റംപ്റ്റുകളോടുള്ളൊരു ഇതെങ്ങനെയാണ് ഒരു ഇഷ്ടം? അത് നമ്മൾ അങ്ങനെ റോ ആയിരിക്കണം എന്ന് കരുതിയിട്ടല്ല. നമ്മൾ ഇപ്പോൾ അത് എഴുതുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി. ഇപ്പോൾ പാമ്പിച്ചിയിലായാലും അഞ്ചക്കള കോക്കാനായാലും അത് എഴുതുമ്പോൾ തന്നെ അത് അങ്ങനെയാണ്. നമ്മുടെ ഈ ട്രീറ്റ്മെന്റും അതിന്റെ കുറച്ചൊക്കെ ഷോർട്സ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അത് അങ്ങനെയാണ് എഴുതപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണല്ലോ നമ്മൾ എഴുതുന്നത്. അത് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ആ എഴുതിയതിനോട് ചേർന്നുള്ള സിനിമാറ്റോഗ്രാഫി വൈസ് ആയാലും അതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ കോസ്റ്റ്യൂം ആർട്ട് പ്രോപ്പർട്ടീസ് എല്ലാം അങ്ങനെ ആ ഒരു റോനെസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഈ പറഞ്ഞ പോലെ വളരെ ഒരു ഹെവി ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേമലു, ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ എന്താ പറയുക, അന്വേഷിപ്പും കണ്ടെത്തും. ഈ സിനിമകളൊക്കെ നാല് ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറുകൾ വന്നു. അത് നാലും വിജയിച്ച് നിൽക്കുന്ന ഒരു ഫേസ് ആണ്. അപ്പൊ ഇതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ജോണർ, എന്നാലും ഒരു എക്സ്പെരിമെന്റൽ ടോണുള്ള ഒരു സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമ ഈ ഒരു ടൈമിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും കോൺഫിഡൻസ് ഇങ്ങനെ ഇത്തരം സിനിമകൾ വരുന്നു എന്നുള്ളത്. ഫോർച്യുനേറ്റ്ലി അത് നമ്മുടെ റൈറ്റ് ടൈമിൽ വന്ന് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയെന്ന് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പടങ്ങളെല്ലാം സൂപ്പർ സിനിമകളാണ്. ഞാൻ എല്ലാ ഫിലിമും ഈ പറഞ്ഞ എല്ലാ ഫിലിമും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടതാണ്. ഞാൻ എല്ലാ ഓഡിയനെ പോലെ ഞാൻ സൂപ്പർ ഹാപ്പിയാണ് ഈ പടങ്ങളിൽ. നമ്മുടെ സിനിമകൾ നമ്മുടെ സ്റ്റേറ്റ് ബ്രേക്ക് ചെയ്തിട്ട് വേറെ സ്റ്റേറ്റുകളിൽ എന്താ പറയുക, സാധാരണ മറ്റുള്ള ചിത്രങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്, അതിന് നേരെ ഉൾട്ടയായിട്ട് നമ്മുടെ ചിത്രങ്ങൾ ഇപ്പോൾ അവിടേക്ക് പോകുന്നു. അത് കൺട്രി വൈസ് ബ്രേക്ക് ചെയ്ത് പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആ ഒരു പ്രേക്ഷണ തിയേറ്ററിലേക്ക് എത്തിക്കാൻ ആ സിനിമകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓഡിയൻസ് ആർ ബാക്ക് ടു ദ സ്ക്രീൻസ്. അപ്പോൾ അത് അഞ്ചകള കോക്കാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റൽ ടോണുള്ള ഒരു സിനിമ ഇറക്കുമ്പോൾ പണ്ടൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പേടി പലരും ഒരു പേടി ഉണ്ടാകും. കാരണം ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടൊരു സിനിമയാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഇപ്പോൾ ഭ്രമയുഗം എന്നൊക്കെ പറഞ്ഞാൽ പ്യുവർലി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി, അതൊരു എക്സ്പെരിമെന്റൽ ടോണിൽ വരുന്നത്. അങ്ങനത്തെ സിനിമകൾ പോലും വലിയ വിജയങ്ങളാകുന്നു. അതൊരു കോൺഫിഡൻസ് അല്ലേ സത്യം പറഞ്ഞാൽ? അതെ, കോൺഫിഡൻസ് ആണ്. അതെ, ഇപ്പം നമ്മൾ പേടി ഉണ്ടായിരുന്നില്ല എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നമുക്ക് ഡെഫിനറ്റ്ലി ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ ആ എക്സ്പെരിമെന്റിന്റെ എത്ര ഡിഫറെന്റ് ആണ് എക്സ്പെരിമെന്റ്, അത്രയും പേടി തന്നെയുണ്ട്. പേടി മീൻസ് ഓഡിയൻസ് നമ്മൾ ഉദ്ദേശിച്ച് തന്നെ കിട്ടുമോ എന്ന്. ഇപ്പൊ ഇന്നിപ്പോ സിനിമ ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ക്രീൻ കൗണ്ട്സും കൂടിക്കൊണ്ടിരിക്കുന്നു. ഓൺലൈൻ റിവ്യൂസിനെ കുറിച്ചും അത് ഇപ്പൊ ഈ ഒരു ഫെബ്രുവരി മാസത്തിന്റെ തൊട്ട് മുമ്പ് വരെ ഭയങ്കരമായിട്ട് നമ്മൾ മലയാള സിനിമ ചർച്ച ചെയ്തിട്ടിരുന്ന കാര്യമാണ്. ഓൺലൈൻ റിവ്യൂസ് സിനിമകളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു, പോസിറ്റീവായിട്ടുള്ള. ഇപ്പൊ ഈ അഞ്ച് കൊള്ളക്കാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ഏറ്റവും കൂടുതൽ മൗത്ത് പബ്ലിസിറ്റിയോടെയാണ് പ്രേക്ഷകർക്കുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ റിവ്യൂസ് ആയാലും ഇപ്പം റിവ്യൂസ് എല്ലാവരും നല്ല പോസിറ്റീവ് പറയുന്നത്, അതെല്ലാം ഈ സിനിമയെ ഭയങ്കരമായിട്ട് ഗുണമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആസ് എ ഡയറക്ടർ ഈ ഓൺലൈൻ റിവ്യൂസ് സിനിമകളെ ബാധിക്കുന്നുണ്ടോ ഇല്ല? എന്താണ് താങ്കളുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറയാൻ പറ്റുക? ഇപ്പോൾ എനിക്കത് ആസ് എ ഹോൾ സിനിമകളെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനെന്ന ഓടിയനെ എനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു റിവ്യൂ നോക്കിയിട്ട് സിനിമ കാണുന്ന ആളല്ല. എനിക്കിപ്പോൾ ഒരു പടം വരുമ്പോൾ ഞാൻ അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടീസർ ആയിരിക്കാം, ട്രെയിലർ ആയിരിക്കാം, ഒരു സോങ് ആയിരിക്കാം, അതാണ് എന്നെ ആ ചിത്രത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ഞാനന്ന് ഫ്രീ ആണെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതലേ ക്ലാസ് കട്ട് ചെയ്തിട്ടായാലും പോയി കാണും. അപ്പോൾ റിവ്യൂ എന്നെ ബാധിക്കാറില്ല. അപ്പോൾ എന്നെ പോലുള്ള ഓഡിയൻസ് ഇവിടെ കൂടുതലുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരത് കണ്ടു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേർഡ് ഓഫ് മൗത്ത് മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ അഞ്ചകള പോക്കാനൊക്കെ അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇപ്പം നല്ല കണ്ടന്റ് ആണെങ്കിൽ വെദർ ഇറ്റ്സ് എ പോസിറ്റീവ് റിവ്യൂ ഓർ നെഗറ്റീവ് റിവ്യൂ ആ സിനിമകളെ ബാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആസ് എ ഡയറക്ടർ താങ്കളിപ്പോൾ താങ്കളെ ബ്രദർ ചേട്ടന് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മൂമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഇപ്പോൾ
അപ്പൊ ചേട്ടൻ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് ചേട്ടൻ പറഞ്ഞു കൊടുത്താൽ മതി, ചേട്ടൻ ഇതാണ് ഈ ക്യാരക്ടർ. അപ്പൊ പുള്ളി തന്നെ പുള്ളിയുടെ അഡാപ്റ്റേഷൻ ഓഫ് നടപടിയാണ് പുള്ളി ചെയ്യുന്നത്. ഞാനത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ വേറൊരു കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ന്യൂ ആയിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായത് ക്യാമറയുടെ ഇപ്പുറത്ത് വശത്ത് നിൽക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, എൻ്റെ ഒരു കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഞാൻ ക്യാമറയുടെ പുറകിലിരിക്കുമ്പോൾ അദ്ദേഹം മുമ്പിൽ വരുമ്പോൾ അവർക്ക് ആ ഒരു ടെൻഷൻ മാക്സിമം എനിക്ക് മനസ്സിലാവും. അപ്പോൾ മാക്സിമം അവരെ ഒരുപാട് എന്താ പറയുക കുറേ ഇൻഫോർമേഷൻ കൊടുത്ത് ബുദ്ധിമുട്ടിക്കാണ്ട് മാക്സിമം ഈസി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്തത്. അതാണ് എൻ്റെ വേ ഓഫ് നമ്മളിത് ഫിലിം മേക്കിംഗ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് മൂവീസ് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മനസ്സിലുണ്ടോ, എന്തെങ്കിലും പിച്ച് ചെയ്യാനുള്ള? ഓ ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മളിതൊരു കരിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രീ പ്ലാൻ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതൊരു ഹാഫ് വെച്ചിട്ടാണ് ഞാൻ ഈ ഇതിലോട്ട് വന്നത്, പഞ്ചകളോട്ട് വന്നത്. സോ അത് തിരിച്ചെഴുതണം എന്ന് വിചാരിക്കുന്നു. അത് ഇതേപോലെ തന്നെ ഒരു എക്സ്പെരിമെന്റൽ ടോണിൽ മൂവി ആയിരിക്കുമോ? അങ്ങനെ ഞാൻ പറയുന്നില്ല. ഒരു വേറെ ടൈപ്പ്, ഐ മീൻ ഇപ്പോൾ ഞാൻ ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഈ ഫിലിമായിട്ട് ഒരു രീതിയിലും ഒരു കമ്പാരിറ്റീവ്ലി കമ്പാരിസൺ ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് ഫിലിം ആവാൻ ഞാൻ ശ്രമിക്കും. പിന്നെ എന്തെങ്കിലും ആക്ടിങ് എന്തെങ്കിലും ഇപ്പോൾ പുതിയ സിനിമകൾ എന്തെങ്കിലും? അല്ല, ഞാൻ ആസ് എ ആക്ടർ ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇതിൽ ഹാപ്പിയാണ്. ഇത് ഡയറക്ടർ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഏറ്റവും ഇംപ്രസ് ചെയ്തിട്ടുള്ള ഡയറക്ടർ ടൊവിനോ സാർ തന്നെയാണ്? അല്ല, ഒരുപാട് പേരുണ്ട്. ഞാൻ അല്ല, എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡയറക്ടർ അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതൊരു ഫിലിം മേക്കർ അവരുടെ ബൈബിളൊക്കെ ആയിട്ട് പൾപ്പ് ഫിക്ഷനോ അല്ലെങ്കിൽ എല്ലാവർക്കും ഓരോ ഡയറക്ടേഴ്സിന് അവരുടെ പടം ഉണ്ടാവും. ഞാൻ കുറച്ചൊരു യങ് ടൈമിൽ തന്നെ അത് കണ്ടിരുന്നു. കാരണം ചേട്ടൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്സിഡന്റലി അത് കണ്ടു. ഇപ്പോൾ പൾപ്പ് ഫിക്ഷൻ ആയാലും പുള്ളിയുടെ അതിനു മുമ്പുണ്ടായിരുന്ന ചിത്രങ്ങളായിട്ടും കാണാൻ പറ്റും. ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു, ചേട്ടൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടുത്തെ ചില നല്ല CD ലൈബ്രറീസിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. സിനിമ പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു CD ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ഇപ്പോൾ എന്താ പറയുക 2 ദിവസത്തേക്ക് എടുത്തുകൊണ്ട് വരുന്ന ഈ കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ ടൈമും ഉണ്ടാവും പുള്ളിയുടെ ക്ലാസിക്സ്. അപ്പോൾ പുള്ളിക്ക് അറിയാവുന്ന പടങ്ങൾ, ഫോറിൻ ഫിലിംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലേക്ക് കണ്ടതുകൊണ്ട് അത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, അപ്പോൾ സിനിമ ഇപ്പം ഇനി എന്താ പറയുക, ഒരു വാരമായിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.